ഹലോ എവ്രി വൺ. അപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയറിലൊക്കെ റിപ്പീറ്റഡ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. ഓൾറെഡി നമ്മൾ 2 പ്രോബ്ലംസ് ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഇൻവെസ്റ്റർ ഓൺ ദ ഷെയർ ഓഫ് എ കമ്പനി ഹുസ് കറൻറ്റ് ക്യാഷ് ഡിവിഡൻഡ് ഇസ് 3. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കമ്പനിയിലെ ഷെയർ ഓൺ ചെയ്തിട്ടുണ്ട്. ആ ഷെയറിൻ്റെ കറണ്ട് ഇപ്പോഴത്തെ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈ 16% പെർ ഇയർ. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റേറ്റ് ഗ്രോത്ത്, അതായത് ഡിവിഡൻറ്റിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പെർ ഇയർ 60% വെച്ചിട്ടാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ആൻഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 20%. എത്ര റേറ്റ് ഓഫ് റിട്ടേൺ വേണം? 20% റേറ്റ് ഓഫ് റിട്ടേൺ വേണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷെയർ ഓഫ് കമ്പനി? കമ്പനിയിലെ ഷെയറിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് ആയിട്ടുള്ള ക്യാഷ് ഡിവിഡൻഡ് ₹3 ആണ് തന്നിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഗ്രോത്ത് റേറ്റ് ഡിവിഡൻഡിന്മേ വരുന്നത് 16% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർ ചെയ്തിരിക്കുന്നത് 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P0 = D1/R-G. ഓക്കെ, സിമ്പിളാണ്. ഇവിടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറൻറ്റ് ഫെയർ വാല്യൂ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോണ വാല്യൂ ആണ് P0 എന്ന് ഉദ്ദേശിക്കുന്നത്. D1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഡിവിഡൻ്റ് ആണ് അല്ലേ? ഡിവിഡൻഡ് പേയ്മെൻറ്റ്, ഒരു പീരീഡിൽ വരുന്ന ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. റേറ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് G ആണ്. G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് എത്രയാണോ അതാണ് G എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ P0 നമുക്ക് അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. D1 ഡിവിഡൻഡ് എത്രയാണ്? 3 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ 3 എഴുതി ബൈ. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്താം. D1 = എത്രയാണ് ഡിവിഡൻഡ്? 3 ആണ്. R = എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അല്ലേ? ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 20%. പക്ഷെ ആ 20%ന് നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുമോ? അങ്ങനെ തന്നെ എഴുതാതെ ഇതിനെ 20/100 ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യില്ലേ? 20/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 0.2 കിട്ടി. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. 0.2 അങ്ങനെയാണ് ഇവിടെ എന്ത് എഴുതേണ്ടത്? R എഴുതേണ്ടത് 0.2 മൈനസ് G, ഗ്രോത്ത് റേറ്റ് ഇവിടെ എത്രയാ? 60% അല്ലേ? Gയും നമ്മൾ 60% ഇതേപോലെ കൺവേർട്ട് ചെയ്ത് എഴുതണം. 60/100 എത്ര കിട്ടും? 60/100 ചെയ്യുമ്പോൾ 0.16 വരും. അപ്പോൾ 0.2 മൈനസ് 0.16 ഇനി ചെയ്യുമ്പോൾ എത്ര വരും? 3/0.2 മൈനസ് 0.16 = 0.04. അപ്പോൾ 3/0.04 = 75 ആണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. 6 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന, 6 അല്ല 5 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂസൊക്കെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് ചെയ്യാണ്ട് ഇങ്ങനെ പോയിന്റ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ കൂടി നോക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏകദേശം വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പോർട്ട്ഫോളിയോയുടെ 2 ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ളതും എക്സ്പെക്റ്റഡ് റിസ്ക് കാണാനുള്ളതും ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിൽ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്തു. ഇതാണ് മിക്കവാറും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു ഇയറിൽ നമ്മുടെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഡിവിഡൻഡ് ഗ്രോത്ത് അല്ല, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ.